ഹലോ GST മലയാളം ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വിഷയം ജോയ്. പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നന്ദി. പുതിയ ആളുകൾക്ക് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സ്വാഗതം. ചാനൽ GST മലയാളം എന്ന യൂട്യൂബ് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഷിജോയ് കൊരട്ടി GST എന്ന് സെർച്ച് ചെയ്യുക ചെയ്താൽ ചാനലിൻ്റെ പേജിലേക്ക് എത്തും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പുതിയ വീഡിയോയും ഇതിനകത്ത് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നേരത്തെ നമ്മൾ RET-1, RET-2, RET-3 എന്നുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇനി കാണാത്തവർക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ നമ്മൾ എങ്ങനെയാണ് ഒരു Anx-1 Anx-2 എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. Anx-1 Anx-2 ആണ് RET-1, 2, 3 റിട്ടേണുകൾ പുതിയ റിട്ടേൺ ഫോർമാറ്റിൻ്റെ ആയിട്ട് മർമ്മപ്രധാനമായ ഭാഗം. ഒരു ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യുകയും സപ്ലയർ അത് ആക്സെപ്റ്റ് ചെയ്യുകയും റെസിപ്പിൻ്റെ അല്ലെങ്കിൽ അതിൽ ആക്ഷൻ എടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് Anx-1 2-ലുള്ളത്. ഇതാണ് ഇപ്പോൾ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് പിന്നെ GST അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ RET-1, 2, 3 എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് നേരത്തെയുള്ള എൻ്റെ വീഡിയോ കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ ഈ ട്രയൽ റണ്ണ്, നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തിയറി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും നമ്മൾ പ്രായോഗിക പരിശീലനത്തിന് വേണ്ടിയിട്ട് GST തന്നെ എറർ ഫ്രീ ആക്കുന്നതിന്, ഈ പുതിയ റിട്ടേൺ സമ്പ്രദായം എറർ ഫ്രീ ആക്കുന്നതിന് GST തന്നെ ഒരു ട്രയൽ വേർഷൻ ഈ പുതിയ റിട്ടേൺ സമ്പ്രദായത്തിൻ്റെ 2020 വരുന്ന റിട്ടേണിൻ്റെ ട്രയൽ സമ്പ്രദായം GST സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അത് എങ്ങനെ ഉപയോഗിച്ച് നമുക്ക് പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ ഡാറ്റ ഒരു കാരണവശാലും GST സേവ് ചെയ്യുന്നില്ല. ഇത് അടുത്ത മാർച്ചോടുകൂടി തന്നെ ഈ ഡാറ്റ, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റ, എല്ലാ വ്യാപാരികളുടെ ഡാറ്റ ഡിലീറ്റ് ചെയ്ത് കളയും. അതുകൊണ്ട് തന്നെ യാതൊരു പേടിയും ഇതിനകത്ത് പേടിക്കേണ്ട കാര്യമില്ല. കാരണം പലരും ഭയപ്പെട്ട് നിൽക്കുകയാണ്. ട്രയൽ റണ്ണിൻ്റെ മെയിലുകൾ അയച്ചിട്ടും പലരും അതിനകത്ത് പങ്കെടുക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ട്. അപ്പോൾ GST-നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ട്രയൽ റണ്ണിൽ എല്ലാ വ്യാപാരികളും പങ്കെടുക്കണം. കുറച്ചെങ്കിലും ഇൻവോയ്സുകൾ നിങ്ങൾ സാധാരണയായി റിസീവ് ചെയ്യുന്ന കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ വ്യാപാരികൾക്ക് അല്ലെങ്കിൽ ടാക്സ് പേയേഴ്സിന് നമ്മൾ ഈ ഇൻവോയ്സുകൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സപ്ലയറിൽ നിന്ന് അവരെ കൊണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻവോയ്സുകൾ അവർ ആക്ഷൻ എടുക്കുന്നതും അതിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ വരുന്നതും തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. റിട്ടേണുകൾ അത് നിങ്ങൾ കാണണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഈ സപ്ലയർ, നിങ്ങൾ സപ്ലയറായിട്ടോ റെസിപ്പിയൻ്റ് ആയിട്ടോ ഉള്ള ഒരു ചില അഗ്രിമെൻറ്റിൽ നിങ്ങൾ പരസ്പരം ഇൻവോയ്സുകൾ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തിട്ട് ആക്ഷനുകൾ എടുക്കുക. ആ ആക്ഷനുകളുടെ റിസൾട്ടുകൾ എന്താണെന്ന് പഠിക്കുക. അതുപോലെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്ന മെനുകൾ എവിടെയാണ്, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ. ഇപ്പോൾ നമ്മൾ റിട്ടേൺ RET-1, 2, 3 അല്ല എന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ പരിചയപ്പെടുന്നത് Anx-1, Anx-2 എങ്ങനെയാണ്, ഏതൊക്കെ മെനുകളാണ് അതിനകത്ത് വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളന്ന് ഇവിടെ കാണിക്കുന്നത് Anx-1 നോർമൽ റിട്ടേണിൻ്റെ Anx-1 ആണ്. ആ സമയത്ത് സഹജ്, സുഗം റിട്ടേണുകൾ ഓപ്റ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സഹജ് റിട്ടേൺ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ B2Cയും റിവേഴ്സ് ചാർജ് മാത്രമേ ഉള്ളൂ. സുഗം റിട്ടേൺ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ B2Bയും B2Cയും റിവേഴ്സ് ചാർജും ഉണ്ട്. അപ്പോൾ ആ മെനുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ആ സമയത്ത് നോർമൽ റിട്ടേൺ ഓപ്റ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മെനുകളും Anx-1 അവൈലബിൾ ആണ്. അതുപോലെ തന്നെ Anx-2-ലും Anx-1 എല്ലാ മെനുകളും നമുക്ക് കിട്ടും, എക്സ്പോർട്ട് സപ്ലൈക്കുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്തരം ഒരു ഡീലർ റിട്ടേൺ ആണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ ഒരു ട്രയൽ സൈറ്റിൽ കൂടിയാണ് നമ്മളിന്ന് റിട്ടേൺ പരീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുള്ള ട്രയൽ വേർഷൻ എങ്ങനെയാണ്, ട്രയൽ വേർഷനിലെ എല്ലാ ഫുൾ ഫംഗ്ഷനാലിറ്റി GST പറയുന്നത് Anx-1 2-ൻ്റെയോ RET-1-ൻ്റെയോ ഒന്നും ഫുൾ ഫംഗ്ഷനാലിറ്റി എന്തായാലും വർക്ക് ചെയ്യില്ല. എന്നാലും നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ഇത് തൽക്കാലം ഇത് മതിയാകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫുൾ ഫംഗ്ഷനാലിറ്റി വരുമ്പോൾ കുറച്ചും കൂടി ഓപ്ഷൻസ് അതിനകത്ത് വരും. ഇത് നമ്മളിന്ന് നോക്കുന്നത് ഓൺലൈനാണ്. നമുക്കറിയാം ഏത് റിട്ടേണിൽ എല്ലാ റിട്ടേണും കൊടുക്കുന്ന ഈ റിട്ടേണിനും ഓൺലൈൻ ഓപ്ഷനുണ്ട്, ഓഫ്ലൈൻ ഓപ്ഷനുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ ടൂൾ വെച്ചിട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓൺലൈൻ ഓപ്ഷൻ വെച്ചിട്ടാണ്. ഓൺലൈൻ ഓപ്ഷനിൽ പോലെ തന്നെയാണ് ഓഫ്ലൈൻ ടൂൾ നമുക്കറിയാം. പഴയ റിട്ടേൺ RET-1 GST RET-1 ഓഫ്ലൈൻ ടൂളുകളൊക്കെ നമുക്ക് പരിചിതമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിട്ടുള്ളൊന്നുമില്ല. ഇതിനകത്ത് GST RET-2 ഓഫ്ലൈൻ ടൂള് ഉണ്ടായിരുന്ന ഏകദേശം അതുപോലെ തന്നെയാണ് Anx-2 ഓഫ്ലൈൻ ടൂളുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ Anx-1 ആണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ RET-1 എന്ന് പറയുന്ന റിട്ടേണിലെ മിക്കവാറും കോളംസും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനിലേക്ക് പോകാനായിട്ട് നമ്മൾ ഒരു ഡീലറെ ലോഗിനിലേക്ക് കയറുകയാണ്.
അടിയിലൊരു ലോഗിൻ്റെ കയറിയതിന് ശേഷം നമ്മൾ സർവീസസ് മെനു ആണ് എടുക്കേണ്ടത്. സർവീസസ് മെനുവിൽ റിട്ടേണിൽ ഇവിടെ 2 മെനുകളാണ് പ്രധാനമായിട്ടുള്ളത്. മാനേജ് റിട്ടേൺ പ്രൊഫൈൽ, അതുപോലെ തന്നെ ന്യൂ റിട്ടേൺ ട്രയൽ. ഈ മാനേജ് റിട്ടേൺ പ്രൊഫൈലും ട്രയലാണ് ന്യൂ റിട്ടേൺ പ്രൊഫൈൽ. ഇത് നമ്മൾ സർവീസസ് മെനുവിലാണുള്ളത്. സർവീസസ് മെനുവിൽ റിട്ടേൺസിൽ ന്യൂ റിട്ടേൺ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എടുത്തതിന് ശേഷം ആ വ്യാപാരി ഏതൊക്കെ റിട്ടേൺ എടുക്കേണ്ടതെന്നുള്ളതാണ്. 19 രൂപയുടെ പ്രൊഫൈലാണ് നമ്മൾ എടുക്കുന്നത്. അവിടെ നമ്മളെ സംബന്ധിച്ച് റിട്ടേൺ ഫ്രീക്വൻസി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത്. അതുപോലെ തന്നെ സർവീസസ് മെനുവിൽ പോയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സർവീസസ് റിട്ടേൺ ട്രയൽ എടുക്കുക. ട്രയൽ എടുത്താൽ റിട്ടേൺ പ്രൊഫൈൽ തന്നെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മാനേജ് റിട്ടേൺ പ്രൊഫൈൽ എന്നുള്ള അതേ മെനു ഇവിടെ വീണ്ടും വരുന്നുണ്ട്. അതുകൊണ്ട് നേരെ ഇവിടെ ഈ മെനുവിൽ പോകണമെന്നൊന്നുമില്ല. ഈ മെനുവിൽ ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ തന്നെ എടുക്കാം. പിന്നീട് നമ്മളൊരു ഓപ്ഷൻ എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോവറിന്ന് ഹയറിലേക്കും ഹയറിന്ന് ലോവറിലേക്കൊക്കെ പോകേണ്ട സാഹചര്യം വരുമ്പോൾ മാത്രം ഈ മെനു എടുത്താൽ മതിയാകും. അല്ലാത്ത പക്ഷം നമുക്ക് ഇതിൽ തന്നെ ഈ റിട്ടേൺസ് എന്നുള്ള ന്യൂ റിട്ടേൺ ട്രയൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ എടുക്കുക. ഇവിടെ ആദ്യം തന്നെ കുറച്ച് ക്വസ്റ്റ്യനെയറാണ്. പ്ലീസ് പ്രൊവൈഡ് ദ ആൻസേഴ്സ് ടു ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇവിടെ നോക്കുക, ക്ലിക്ക് ഹിയർ സെലക്ട് യുവർ റിട്ടേൺ എങ്ങനെയാണെന്നുള്ളത്. ആ ഹെൽപ്പ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ ഹെൽപ്പ് കിട്ടും. അതുപോലെ തന്നെ അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാസ് യുവർ അഗ്രിഗേറ്റ് ആണോ ഡോറിൻ ദ പ്രിസീഡിംഗ് ഇയേഴ്സിൽ അപ് ടു 5 crore. 5 കോടിക്ക് താഴെയാണോ, 5 കോടി വരെയാണോ നിങ്ങളുടെ വിറ്റുവരവ് എന്നുള്ളതാണ്. ആണ് എങ്കിൽ യെസ് കൊടുക്കുക. ഇവിടെ യെസ് കൊടുത്താൽ ഉടനെ അടുത്ത ഓപ്ഷൻ. നോ കൊടുത്താൽ പിന്നെ അതിന് കാര്യമായിട്ട് ഓപ്ഷനൊന്നുമില്ല. യെസ് കൊടുത്താൽ 5 കോടി വരെയാണ് എൻ്റെ വിറ്റുവരവ്. 5 കോടിക്ക് മേലെയുള്ളവർ നോ ആണ് കൊടുക്കേണ്ടത്. അവർക്ക് നോർമൽ റിട്ടേൺ ആണ്, മന്ത്ലി ആണ്, തർക്കമില്ല. യെസ് ഇഫ് റിപ്ലേസ് യെസ് സീരിയൽ നമ്പർ. ഡു യു ഇൻറ്റൻഡ് ടു ഫയൽ റിട്ടേൺ ക്വാർട്ടർലി ഓർ മന്ത്ലി. പിന്നെ അടുത്ത ചോദ്യം നിങ്ങൾ മന്ത്ലി വേണോ ക്വാർട്ടർലി വേണോ എന്നുള്ളതാണ്. മന്ത്ലി ക്വാർട്ടർലി ഓപ്ഷൻ റിട്ടേണോ RET വേണം. അപ്പോൾ RET 1 വേണോ അതോ RET 1 ക്വാർട്ടർലി വേണോ അതോ വേറെ ഏതെങ്കിലും റിട്ടേൺ വേണോ. അപ്പോൾ നമ്മൾ യെസ് കൊടുത്താൽ അവിടെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ക്വാർട്ടർലി ബേസിസിലാണ് ഫയൽ ചെയ്യേണ്ടത്. യെസ് കൊടുത്തു. യെസ് കൊടുത്ത ഉടനെ സഹജ്, സുഗം ഓർ നോർമൽ ക്വാർട്ടർലി. നോ കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ ക്വാർട്ടർലി മാത്രമേ ഉള്ളൂ. നോർമൽ മന്ത്ലി മാത്രമേ ഉള്ളൂ. മന്ത്ലി നോർമൽ 5 കോടിക്ക് താഴെയാണ്, പക്ഷേ ഞാൻ നോർമൽ മന്ത്ലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നോ കൊടുക്കുക. ഇനി 5 കോടിക്ക് താഴെയാണെങ്കിൽ ക്വാർട്ടർലി ഓപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് യെസ് കൊടുക്കുക. യെസ് കൊടുത്താൽ ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ സഹജീവമാണ്, സുഖമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യെസ് കൊടുത്തു. യെസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യെസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ സഹജ്, സുഖം ഓർ ക്വാർട്ടർലി ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. അപ്പോൾ നമ്മൾ സുഖം ഓപ്റ്റ് ചെയ്യുകയാണ്. സുഖം ഓപ്റ്റ് ചെയ്യുക. സുഖം വെച്ചാൽ B2Bയും B2C ഉള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ നമ്മളൊന്ന് ഡെമോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ല വേണമെങ്കിൽ നമുക്ക് സുഖം ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ 2ഉം ഡിസേബിളായി. ഇനി സുഖം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു 2 ഡിസേബിളായി. നോർമൽ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാർട്ടർലി നോർമൽ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസേബിളായി. ഓക്കെ, നോർമൽ ക്വാർട്ടർലി. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീക്വൻസി സെലക്റ്റഡ് വിൽ ബി ഫൈനൽ എന്നുള്ളൊരു വാണിംഗ് ഒക്കെ തരികയാണ്. നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. സബ്മിറ്റ് കൊടുത്തു, യെസ് കൊടുത്തു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ സെലക്ട് ചെയ്തു. ഇവിടെ ജൂലൈ ടു സെപ്റ്റംബർ സെലക്ട് ചെയ്യുകയാണ്. ക്വാർട്ടറിലാണ് ഓപ്റ്റ് ചെയ്ത്. ക്വാർട്ടർലി നോർമലാണ് സെലക്ട് ചെയ്ത്. അവിടെ നമ്മൾ Anx-1 സെലക്ട് ചെയ്യും. ഇവിടെ നമുക്ക് അവിടെ 2 ഉണ്ട്. 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവേർട്ട് സപ്ലൈ ആക്ഷൻ എടുക്കുക. അത് ആക്സെപ്റ്റ് റിജക്റ്റ് പിന്നെ ആക്ഷൻ എടുക്കാനുള്ള മെനുവാണ്. നമ്മളിപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാനാണ് പോകുന്നത്. ഇപ്പോൾ Anx-1 എടുക്കുന്നു. Anx-1 എടുത്തു. അതിനുശേഷം നമ്മൾ ഓഫ്ലൈൻ ടൂൾ വഴി നമ്മൾ JSON ഫയൽ ജനറേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അതല്ല ഓൺലൈൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ ഡെമോ ആണ് നടത്തുന്നത്. അപ്പോൾ ഓൺലൈൻ സെലക്ട് ചെയ്യുന്നു. പ്രൊസീഡ് ബട്ടൺ സെലക്ട് ചെയ്യുന്നു. പ്രൊസീഡ് ബട്ടൺ സെലക്ട് ചെയ്ത് 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ വിൻഡോ തുറന്നു വരും. അത് ട്രെയിനിങ് സെർവർ ആയതുകൊണ്ട് കുറച്ച് സ്ലോ ആണ്. കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഇവിടെ അനക്സ്റ്റർ ഓഫ് സപ്ലൈസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഇത് RET-1 ക്വാർട്ടർലി സെലക്ട് ചെയ്താൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ വരുള്ളൂ. RET-2 3 ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എണ്ണം കുറവായിരിക്കും. ആദ്യത്തെ 2-3 ടേബിൾ മാത്രമേ വരുള്ളൂ. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എല്ലാം വരും. അതായത് RET-1 നോർമൽ സെലക്ട് ചെയ്താൽ തന്നെയും ചിലരെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരു ഏകദേശം 10ഓളം കാറ്റഗറികളുണ്ട്. ഈ 10ഓളം കാറ്റഗറിയിലെ 10ഓളം ടേബിളുകൾ വരും. അതിൽ പല ടേബിളുകളും നമുക്ക് ആവശ്യമില്ലാത്ത ടേബിളുകളുണ്ടാവും. അപ്പോൾ ഈ ടേബിളുകളെല്ലാം നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം B2Cയും B2B എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ടേബിളുകൾ മാത്രം യെസ് കൊടുക്കുക. അതെല്ലാം നോ ആണ് ഡിഫോൾട്ടായിട്ട് വരിക.
അപ്പോൾ നമ്മൾ ഈ അനക്സ്റ്റർ ഓഫ് സപ്ലൈയിൽ നമ്മൾ ആദ്യം നമ്മൾ 3A 3B അങ്ങനെയാണ് ഇതിനകത്ത് ടേബിൾ വരെ. ഈ Anx-1 ടേബിളുകളിൽ നിന്ന് 3A 3B 3C 3D 3E 3F അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 3A എന്ന് പറയുന്നത് B2C സപ്ലൈ ആണ്, B2B സപ്ലൈക്ക് 3B ആണ്. അതുപോലെ തന്നെ അങ്ങനെ ഓരോ എക്സ്പോർട്ട് ആണെങ്കിൽ പിന്നെ എക്സ്പോർട്ടൊക്കെയാണ് 3C 3Dയിലാണ് വരുന്നത്. അപ്പോൾ SS ഡെവലപ്പേഴ്സാണ് 3E 3B. ഇത് ഈ 3 സീരീസ് ഏതാണെന്ന് നോക്കണമെങ്കിൽ നമ്മൾ ANSത്തിൻ്റെ ഫോർമാറ്റ് GST PDF ഫോർമാറ്റ് ഇട്ടിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ PDF ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ടൊന്ന് വായിച്ച് നോക്കിയാൽ ഈ 3 എന്നുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന സീരീസ് ടേബിളുകൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. 1 2 3 അങ്ങനെയാണ്. 3 ആണ് Annex-ൽ വരുന്നത്. അതുപോലെ തന്നെ ഹാവ് സപ്ലൈ ടു ട്രീറ്റ് ഡീംഡ് എക്സ്പോർട്ട് ഉണ്ടോ 3G. അപ്പോൾ റിവേഴ്സ് ചാർജ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇവിടെ നമുക്ക് അട്രാക്റ്റ് റിവേഴ്സ് ചാർജ് 3H എടുക്കുന്നുണ്ട്. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഗുഡ്സ്, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്, അതുപോലെ ബില്ല് ഓഫ് എൻട്രി, അങ്ങനെ ഒരുപാട് ഈ കൊമേഴ്സ് ഓപ്പറേറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ 3 തൽക്കാലം നമ്മൾ ഡെമോയ്ക്ക് വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ B2C സപ്ലൈ 3A യെസ് കൊടുത്തു, B2B സപ്ലൈ യെസ് കൊടുത്തു. പിന്നെ നമ്മൾ റിവേഴ്സ് ചാർജും കൂടെ നമ്മൾ എടുക്കുകയാണ്. റിവേഴ്സ് ചാർജ് 3H ആണ്, അത് നമ്മളെടുത്തു, അത് നമ്മൾ യെസ് കൊടുത്തു. നമ്മളിവിടെ ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളൊരു ഡിക്ലറേഷൻ ഉണ്ട്. അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് ബട്ടൺ വരുന്നു. ആ നെക്സ്റ്റ് ബട്ടൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ടേബിൾ മാത്രമേ ഇവിടെ വരും. നോക്കുക, ഇവിടെ 3A 3B 3H. 3A സപ്ലൈസ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ, 3B സപ്ലൈസ് ടു രജിസ്റ്റേർഡ് പേഴ്സൺ, 3H ഇൻവേർഡ് സപ്ലൈ ഓർ റിവേഴ്സ് ചാർജ് എന്നുള്ള അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് B2B എടുത്ത് നോക്കാം, B2B നോക്കാം, B3B നോക്കാം, എന്താ 3A നോക്കാം. ഓക്കെ, 3B എടുത്ത ഉടനെ തന്നെ നമ്മൾ നോ ഡാറ്റ ഫൗണ്ട്, ഒരു ഡാറ്റ നമ്മൾ സേവ് ചെയ്തില്ലെങ്കിൽ നോ ഡാറ്റ ഫൗണ്ട് എന്നുള്ള ഒരു എറർ വരും. ഇവിടെ നമുക്ക് 3B സപ്ലൈസ് മെയ്ഡ് ടു രജിസ്റ്റേർഡ് പേഴ്സൺസ് അതർ ദാൻ റിവേഴ്സ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് വരും. ഇതെല്ലാം നമ്മൾ GST RET-1 കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഡിഫറൻഷ്യൽ ടാക്സ് റേറ്റ് നമുക്കറിയാം. വാഹനങ്ങളുടെ പിന്നെ ലീസിൽ, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ലീസിന് കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴൊക്കെയുള്ള ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ടാക്സ് ആണ് ഇതിൽ വരുന്നത്. ഡിഫറൻഷ്യൽ ടാക്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ സെക്ഷൻ 7 പ്രകാരം GST ആക്ട് അപ്ലിക്കബിൾ ആണ്. ഉദാഹരണമായിട്ട് ഒരു സംസ്ഥാനത്ത് തന്നെ GST ടാക്സ് കൊടുക്കേണ്ട സാഹചര്യം വരിക. ഇപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സെസ് അല്ല, ഒരു സാധാരണ ഇതിൽ നമ്മൾ GST അതേ സംസ്ഥാനത്ത് വരിക സെസ്സിലേക്കാണ് വരിക. സെസ്സിലേക്കും സെസ്സിന് പുറത്തേക്കുമാണ് GST. പക്ഷേ സെസ് അല്ലാത്ത 2 സ്ഥാപനങ്ങൾ തമ്മിൽ GST ആക്ട് പ്രകാരം സപ്ലൈ വരികയാണെങ്കിൽ മാത്രം ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലാത്ത പക്ഷേ അത് ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ ഒരു GST അടിക്കുകയാണ് സാമ്പിളായിട്ട്. ഇവിടെ GST കൃത്യമായിട്ട് അടിക്കണം. GST അടിച്ചു കഴിഞ്ഞ് ടാബ് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ പേര് അവിടെ റെഡി ആയിട്ട് വരും. ടാബ് വരും. നമ്മൾ GST RET-1 അതുപോലെ തന്നെയാണ്. GST RET-1 അപ്പോൾ നമ്മൾ ഇൻവോയ്സ് സെലക്ട് ചെയ്തു. സാധാരണ നമ്മളൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ ഇൻവോയ്സ് സെലക്ട് ചെയ്ത് നമ്മളൊരു 8/5/85 എന്നുള്ളൊരു ഡോക്യുമെൻ്റ് നമ്മൾ അടിച്ചു. നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യാം. ഡേറ്റ് നമ്മൾ സെപ്റ്റംബർ 19 ഡേറ്റ് സെലക്ട് ചെയ്തു. ഡോക്യുമെൻ്റ് വാല്യൂ നമ്മളൊരു 5000 എന്നടിച്ചു. അത് കഴിഞ്ഞിട്ട് പ്ലേസ് ഓഫ് സപ്ലൈ നമ്മൾ എന്ത് ചെയ്തു, പ്ലേസ് ഓഫ് സപ്ലൈ കേരള തന്നെ കാണിച്ചു. ഓക്കെ, കേരള തന്നെ കാണിച്ചു. ഇത്രയും കാണിച്ചു. പിന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ ഇൻവോയ്സ്. ഇവിടെ നോക്കുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ HSN കോഡ് അടിക്കാൻ പറയും. HSN കോഡ് നമുക്ക് അറിയെങ്കിൽ HSN കോഡ് അടിക്കുക. ഇല്ല എങ്കിൽ നമ്മളിപ്പോൾ 84 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 84 വരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ്. സെലക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. നമ്മൾ HSN കോഡ് അടിക്കുകയാണ്. ഇവിടെ HSN കോഡ് അടിച്ചതിന് ശേഷം നമ്മളിവിടെ പിന്നെ ടാക്സബിൾ വാല്യൂ അടിക്കുകയാണ്. 5000 4500 ടാക്സബിൾ വാല്യൂ എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ പിന്നെ ടാക്സ് റേറ്റ് സെലക്ട് ചെയ്യണം. ടാക്സ് റേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് അറിയാം ഇത് നമ്മൾ CGST SGST ആണുള്ളത്. അപ്പോൾ ടാക്സ് റേറ്റ് മാത്രം ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് 12% സാധനമാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ CGST ST ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായിട്ട് വരും. സെസ്സിൻ്റെ എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ 12 അതിൽ പിന്നെ 4500 രൂപ 12% മൊത്തം ഡോക്യുമെൻ്റ് വാല്യൂ 5000 ആണ്. അപ്പോൾ 5000 ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി 500 പിന്നെ ഇല്ലായിരിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ വേറെ ടാക്സ് റേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത 85 അടുത്ത HSN കോഡ് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഏതാണ് HSN വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിനകത്ത് നമ്മൾ 500 എന്നുള്ള വാല്യൂ കൊടുക്കുക. അതിനകത്ത് നമ്മൾ വേണമെങ്കിൽ ഒരു പക്ഷേ അത് പിന്നെ 5% ആയിട്ടായിരിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക് അത് ഫില്ല് ചെയ്തു. അങ്ങനെ പ്ലസ് ബട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഡിലീറ്റ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ സേവ് ചെയ്യാണ് ഡോക്യുമെൻറ്റ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റ് സേവ്. അതുപോലെ തന്നെ അടുത്ത ഒരു GST നമുക്ക് വേണമെങ്കിൽ
അയാൾ തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇൻവോയ്സ് സെലക്ട് ചെയ്തു. നമ്മൾ ഡോക്യുമെൻറ്റ് നമ്പർ നമ്മൾ വേറെ നമ്പർ കൊടുത്തു, ഡേറ്റ് നമ്മൾ വേറെ കൊടുത്തു, നമ്മളൊരു 28 കൊടുത്തു. പിന്നെ ഡോക്യുമെൻറ്റ് വാല്യൂ നമ്മളൊരു 8000 കൊടുത്തു. പ്ലേസ് ഓഫ് സപ്ലൈ നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. സാധാരണ നേരത്തെ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആണ്. അപ്പോൾ ഇത് പിന്നെ B2B IGST ആയിട്ട് ബന്ധപ്പെട്ട സപ്ലൈ ആയതുകൊണ്ട് നമ്മൾ കൊടുത്തു. അത് പ്ലസ് ബട്ടൺ കൊടുത്തു. പ്ലസ് ബട്ടൺ കൊടുത്ത ഉടനെ തന്നെ GST നമ്മൾ കൊടുത്തില്ലായിരുന്നു, അതായത് സെയിം GST തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, അവിടെ നമ്മൾ ഇൻവോയ്സ് ആണ് കൊടുത്തത്. ഓക്കെ, നമ്മളിവിടെ അതിന് ശേഷം പ്ലസ് ബട്ടൺ കൊടുത്തു. പ്ലസ് ബട്ടൺ കൊടുത്തതിന് ശേഷം നമ്മൾ HSM കോഡ് അടിക്കുകയാണ്. വീണ്ടും നമ്മൾ ഒരു 8002 അടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ വാല്യൂ നമ്മൾ പിന്നെ 8000 തന്നെ കൊടുത്തു. ഓക്കെ, ടോട്ടൽ വാല്യൂ തന്നെ കൊടുത്തു. 28% GST ഉള്ളതാണ്. ഇവിടെ നോക്കുക, ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ഗോവ ആയതുകൊണ്ട് ഇത് കേരള GST ആയതുകൊണ്ട് തന്നെ ഇത് IGST ആയിട്ടാണ് വരുന്നത്. പ്ലേസ് ഓഫ് സപ്ലൈ ഗോവയാണ്, പക്ഷേ IGST ആയിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ റെസിപ്പിയൻ്റ് ആണെങ്കിൽ കൂടി IGST സപ്ലൈ ആണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ സേവ് ചെയ്തത് ഇവിടെ പെൻഡിങ് റെക്കോർഡ്സ് എന്നുള്ളത് കാണുകയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇൻ പ്രോസസ്സിങ്ങിലാണുള്ളത്. നമ്മൾ ഇതും കൂടെ സേവ് ചെയ്തതിന് ശേഷം നോക്കാം. ഇതും കൂടെ സേവ് ചെയ്തതിന് ശേഷം സേവ് റിക്വസ്റ്റ് അക്നോളജ്ഡ് വന്നു. അപ്പോൾ രണ്ടും നമ്മളിവിടെ പെൻഡിങ് ഫോർ അപ്ഡേറ്റ്, 2 അപ്ലോഡർ സ്റ്റാറ്റസ്. ഇപ്പം നമ്മൾ നോക്കുക, ഇവിടെ സ്റ്റാറ്റസ് പെൻഡിങ് കഴിഞ്ഞ് അപ്ലോഡർ സ്റ്റാറ്റസിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CSV ഫയലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് നമുക്ക് ടേബിളുകൾ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, ഇവിടെ അപ്ലോഡ് സ്റ്റാറ്റസ് ആയതുകൊണ്ട് തന്നെ ഈ ഡാറ്റ റെസിപ്പിയൻറ്റിന് ഇത് കാണാവുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുകയോ ഒന്നും തന്നെ വേണ്ട. ഇനി നമ്മൾ അടുത്ത ടേബിൾ എടുക്കുക. നമ്മളിപ്പോൾ B2B എടുത്തത് B2C എടുക്കുകയാണ്. B2C എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഡോക്യുമെൻറ്റ് HSM വൈസ് വേണമെന്നില്ല. നമ്മൾ പിന്നെ കേരള തന്നെ കൊടുത്തു. കേരളയിൽ നമ്മൾ പിന്നെ റേറ്റ് ഓഫ് ടാക്സ് പ്രകാരം ടാക്സ് വാല്യൂ 80,000 രൂപ വരെ സാധനം വിറ്റു. ടാക്സ് നമ്മൾ 5% ടാക്സുള്ള സാധനമാണ് വിറ്റത്. ഓട്ടോമാറ്റിക് വന്നു, അത് സേവ് ചെയ്തു. വീണ്ടും നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ കേരളയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും ഒരു 32,000 രൂപ ആഡ് ചെയ്തു, 30,000 രൂപ ആഡ് ചെയ്ത് കൊടുത്തു, 32,000 രൂപ ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ വീണ്ടും അത് 18% ഐറ്റമാണ്. നേരത്തെ നമ്മൾ സേവ് ചെയ്തത് നമ്മളിവിടെ നോക്കുക, ഇവിടെ 100 പിന്നെ 100% ഇതാണ്. പിന്നെ ഇവിടെ നമ്മൾ ഇൻ പ്രോസസ്സിങ്ങിലാണ് വരുന്നത്. ഡിഫറൻഷ്യൽ റേറ്റ് ഇല്ല. നമ്മൾ ഇവിടെ റേറ്റ് ഓഫ് ടാക്സ് അടിച്ച് ഇൻട്രാസ്റ്റേറ്റ് നമ്മൾ അടിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 18% അടിച്ചു കൊടുത്തു. അത് സേവ് ചെയ്തു. അത് സേവ് ചെയ്ത് 2 ഡാറ്റയും നമ്മളിവിടെ ഉണ്ട്. ഒരു ഡാറ്റ നമ്മൾ ഇൻ പ്രോസസ്സിംഗ് ആണ്. നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ വന്നേക്കാം. ഒരു പക്ഷേ ഇത് ആദ്യത്തെ ഡാറ്റ അപ്ലോഡറായി, രണ്ടാമത്തെ ഡാറ്റ ഇൻ പ്രോസസ്സിങ്ങിലാണ്. വേണമെങ്കിൽ നമുക്കൊന്ന് ഇവിടെ ഈ റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അത് ചിലപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ഒരു പ്രശ്നമായിട്ടോ ഗുണമാണോ ദോഷമാണോ എന്നറിയില്ല. ഇവിടെ സപ്ലൈഡ് GST പാന മാൻഡേറ്റഡ് ആയിട്ട് എൻട്രി ചെയ്യണം. അപ്പോൾ നമ്മൾ B2B സപ്ലൈ ആണെങ്കിൽ GST ഉണ്ടാകാം. ഈ B2C അൺരജിസ്റ്റേർഡ് പർച്ചേസ് അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് റിവേഴ്സ് ചാർജ് പർച്ചേസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മളിവിടെ ഒരു പാൻ നമ്പർ അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ABCDE 1 2 3 4 K എന്നൊരു പാൻ നമ്പർ അടിച്ചു. അത് കഴിഞ്ഞിട്ട് അവരുടെ ലീഗൽ നെയിം എന്തെങ്കിലും അടിച്ചു, ABC ട്രേഡേഴ്സ് അടിച്ചു. അവർക്ക് രജിസ്ട്രേഷൻ അൺരജിസ്റ്റേർഡ് ആളാണ്. സെലക്ട് ചെയ്ത് പ്ലേസ് ഓഫ് സപ്ലൈ കേരള തന്നെ സെലക്ട് ചെയ്തു. സപ്ലൈ ടൈപ്പ് ഇൻട്രാസ്റ്റേറ്റ് സെലക്ട് ചെയ്തു. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം HSM വീണ്ടും നമ്മൾ അടിക്കുകയാണ്. 80,21 അടിച്ചു. 80,21 ഇല്ല, 8,000 അടിച്ചു. ടാക്സ് വാല്യൂ നമ്മളൊരു 8,000 അടിച്ചു. നമ്മൾ പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ 3% ടാക്സ് അടിച്ചു. നമ്മൾ അതിനുശേഷം സേവ് ഡോക്യുമെൻ്റ് സേവ് ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഓരോന്നും സേവ് ചെയ്യാം. ഇനി നമുക്ക് ഇവരുടെ മറ്റ് റിട്ടേണുകൾ ഇതെങ്ങനെ കാണും, മറ്റ് റെസിപ്പിയൻ്റ് റിട്ടേണുകൾ ഇതെങ്ങനെ കാണും നോക്കാം. ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ ഒരു 2 ഇൻവോയ്സിൽ അടിച്ചിരിക്കുകയാണ്. ഈ GST നമ്പറിൽ വേവ്സ് ഔട്ട് കയറുന്നതിൽ അടിച്ചതിനടുത്ത് ലാസ്റ്റ് നമ്മളിവിടെ അപ്ലോഡഡ് എന്നുള്ള സ്റ്റാറ്റസിൽ എത്തിയിട്ടുണ്ട്. അപ്ലോഡ് എന്നുള്ള സ്റ്റാറ്റസിലാണുള്ളത്. ഈ അപ്ലോഡ് എന്ന സ്റ്റാറ്റസിൽ ട്രയൽ ഈ സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അതേ സ്റ്റാറ്റസിൽ തന്നെ അവിടെ റെസിപ്പിയൻറ്റിന് അവിടെ അത് ആക്സെപ്റ്റ് റിജക്റ്റ് പെൻഡിങ് സ്റ്റാറ്റസ് ആക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. നമ്മൾ സൈൻ ഔട്ട് ചെയ്തിട്ട് പിന്നെ മറ്റ് ഡീലർ ഐ ഡിയിൽ കയറുകയാണ്. നമ്മൾ റെസിപ്പിയൻ്റ് ഐ ഡിയിൽ കയറിയിരിക്കുകയാണ്. റെസിപ്പിയൻ്റ് ഐ ഡിയിൽ സർവീസസ്, റിട്ടേൺസ്, ന്യൂ റിട്ടേൺ ട്രയൽ എടുക്കുന്നു. അതിനകത്ത്
അടുത്ത ടാക്സ് പീരീഡ് എടുക്കുകയാണ്. ജൂലൈ ടു സെപ്റ്റംബർ അല്ല എടുക്കേണ്ടത്, ഒക്ടോബർ ടു ഡിസംബർ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ANS-1 അല്ല എടുക്കേണ്ടത്, ANS-2 ആണ് എടുക്കേണ്ടത്. കാരണം റെസിപ്പിയൻ്റ് ആണ്. റെസിപ്പിയൻ്റ് സ്റ്റാറ്റസ് നമ്മൾ ANS-2 വരിക. അവിടെ നോക്കി നമ്മൾ ഓൺലൈൻ എടുക്കുന്നു. ഓൺലൈൻ എടുത്ത് പ്രൊസീഡ് എടുക്കുന്നു. പ്രൊസീഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വ്യൂ സമ്മറി എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. വ്യൂ സമ്മറി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. വ്യൂ സമ്മറി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ SL മെറ്റൽ ഇൻഡസ്ട്രീസിന് 2 ഇൻവോയ്സുകൾ വന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്കിവിടെ ആ ഇൻവോയ്സുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വരും. ഓരോ ഇൻവോയ്സുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വരും. ഇനി അതല്ല നമുക്ക് ഡോക്യുമെൻ്റ് വൈസ് വേണമെങ്കിൽ ഇൻവോയ്സ് നമ്പർ പ്രകാരം സോർട്ട് ചെയ്തിട്ട് വരും. അതല്ല സപ്ലയർ വൈസ് വേണമെങ്കിൽ സപ്ലയർ ഒരു പക്ഷേ 1-2 സപ്ലയേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാ സപ്ലയേഴ്സിങ്ങനെ പ്ലസ് ബട്ടൺ ഇട്ട് വരിക. അതായത് GST പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ ഇൻവോയ്സുകൾ ഓപ്പൺ ചെയ്ത് വരുള്ളൂ. അത് കഴിഞ്ഞ് തുറന്നതിന് ശേഷം നമുക്ക് ഇവിടെ ആക്സെപ്റ്റ് റിജക്റ്റ് പെൻഡിങ്. ആക്സെപ്റ്റ് നമുക്കറിയാം. അവിടെ നമ്മൾ ആക്സെപ്റ്റ് റിജക്റ്റ് പെൻഡിങ് ബട്ടൺ സെലക്ട് ചെയ്യാം. ആക്സെപ്റ്റ് നമ്മളിവിടെ സാമ്പിളായിട്ട് ഒരു ഇൻവോയ്സ് ആക്സെപ്റ്റ് ചെയ്യുകയും ഒരു ഇൻവോയ്സ് റിജക്റ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമ്മളിവിടെ ആദ്യം സെലക്ടോട് കൊടുത്തു, അല്ല പിന്നീട് കൊടുത്താലും മതി. നമ്മൾ സെലക്ടോട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇൻവോയ്സ് നമ്മൾ ആക്സെപ്റ്റ് കൊടുത്തു, സെക്കൻഡ് ഇൻവോയ്സ് നമ്മൾ റിജക്റ്റ് കൊടുത്തു. റിജക്റ്റ് കൊടുത്ത് നമ്മൾ റേഡിയോ ബട്ടൺ ആക്സെപ്റ്റ് റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. റിജക്റ്റ് എന്നുള്ള റേഡിയോ ബട്ടൺ, പെൻഡിങ് ആണെങ്കിൽ പെൻഡിങ് ക്ലിക്ക് ചെയ്യുക. അവിടെ കൺഫേം ബട്ടൺ കൊടുക്കുക. കൺഫേം ബട്ടൺ കൊടുത്ത് യെസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ വീണ്ടും നമ്മൾ പ്ലസ് ബട്ടൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഇതെല്ലാം ഒരു എറർ കൺഫർമേഷനാണ്. എന്തൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്തൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് അത്. അപ്പോൾ എന്തായാലും ഒരു ഇൻവോയ്സ് ആക്സെപ്റ്റഡും ഒരു ഇൻവോയ്സ് റിജക്റ്റഡുമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻവോയ്സ് ഇനി സപ്ലയറെ സംബന്ധിച്ച് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് 58 എന്നുള്ള ഇൻവോയ്സ് സപ്ലയർക്ക് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും അതിനകത്ത് വരികയാണ്. അതിനകത്ത് നമ്മൾ സർവീസസ് മെനു എടുക്കുന്നു, റിട്ടേൺസ് എടുക്കുന്നു, ന്യൂ റിട്ടേൺ ട്രയൽ വീണ്ടും എടുക്കുന്നു. ഈ ന്യൂ റിട്ടേൺ ട്രയൽ എടുത്തതിന് ശേഷം നമ്മൾ സെലക്ട് ടാക്സ് പീരീഡ് നമ്മൾ ജൂലൈ ടു സെപ്റ്റംബർ എടുക്കുന്നു. ഇവിടെ ANS-1 ആണ് എടുക്കുന്നത്, സപ്ലയറാണ്. സപ്ലയർ എടുക്കുന്നത് ANS-1 ആണ്. ഓൺലൈൻ എടുക്കുന്നു. പ്രൊസീഡ് ബട്ടൺ കൊടുക്കുന്നു. പ്രൊസീഡ് ബട്ടൺ കൊടുത്തതിന് ശേഷം വ്യൂ കൺസോളിഡേറ്റ് സമ്മറി ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ ഇവിടെ B2B 3B സപ്ലൈസ് ആണ്. 3A എന്ന് പറഞ്ഞാൽ അൺരജിസ്റ്റേർഡ് ആണ്. 3B ആണ് എടുക്കേണ്ടത്. 3B എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ആ സ്റ്റാറ്റസ് നോക്കുക. ഇവിടെ നോക്കുക. ഒന്ന് നമ്മളവിടെ മറ്റേ റെസിപ്പിയൻ്റ് ആക്സെപ്റ്റ് ചെയ്ത് ആക്സെപ്റ്റഡ് ആയിട്ടും നമുക്കിവിടെ ഒന്നും ചെയ്യാനായിട്ടുള്ള ഗ്രേഡ് സ്റ്റാറ്റസ് ആണ്. ആ സമയത്ത് സപ്ലയർ അവിടെ റിജക്റ്റ് ചെയ്ത ഒരു ഇൻവോയ്സ്, ആ ഇൻവോയ്സ് റിജക്റ്റ് ചെയ്തത് നമ്മളുടെ അപ്ലോഡ് സ്റ്റാറ്റസിലും കാണുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഡിറ്റോ ഡിലീറ്റോ ചെയ്തിട്ട് അത് മാറ്റിയെടുക്കാം. ആ സമയത്ത് ഇനി ഈ ആക്സെപ്റ്റ് ചെയ്ത ഇൻവോയ്സ് എഡിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ റെസിപ്പിയൻ്റ് അത് റിസെറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പിന്നെ അടുത്ത ഇൻവോയ്സിന് വീണ്ടും ഇതേ സെയിം പ്രോസസ്സ് പിന്നെ ആവർത്തിക്കും. ഇതാണ് ഇതിനകത്ത് ഉള്ള ഇത് ആക്സെപ്റ്റ് റിജക്റ്റ് പെൻഡിങ് എന്നുള്ള സിസ്റ്റത്തിൽ. നമ്മളിവിടെ പെൻഡിങ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റാറ്റസ് പെൻഡിങ് എന്ന് കാണിക്കും. അല്ലെങ്കിൽ അത് അപ്ലോഡർ എന്നുള്ള സ്റ്റാറ്റസ് ആയിരിക്കില്ല, പെൻഡിങ് എന്നുള്ള സ്റ്റാറ്റസ് ആയിരിക്കും. അപ്ലോഡർ സ്റ്റാറ്റസിൽ മാത്രമേ നമുക്കത് ഒരു സപ്ലയറെ സംബന്ധിച്ചത് എഡിറ്റോ ഡിലീറ്റോ ചെയ്യാൻ പറ്റുള്ളൂ. കൂടെ ഓർക്കുക, ഒരു റെസിപ്പിയന് ഒരു കാരണവശാലും ഒരു ഇൻവോയ്സ് എഡിറ്റ് ചെയ്യാനോ മിസ്സിംഗ് ഇൻവോയ്സ് ആഡ് ചെയ്യാനുള്ള സൗകര്യം പുതിയ റിട്ടേൺ സമ്പ്രദായത്തിലില്ല. അപ്പോൾ അതൊന്ന് ഓർക്കുക. ഇതാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ക്ലാസ് പിന്നെ വിശദമായ ക്ലാസ് പിന്നീട് നമ്മൾ നടത്തുന്നതാണ്. അപ്പോൾ കൂടുതൽ ടെക്നിക്കൽ സൈഡിൽ അപ്പോൾ നമ്മൾ ANS-1 കണ്ടു, ANS-2 കണ്ടു, RET-1, 2, 3 എന്തൊക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞു. കൂടുതൽ വീഡിയോകൾക്കും വേണ്ടി പിന്നെ എൻ്റെ GST സൈറ്റ് സന്ദർശിക്കുക. GST യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. യൂട്യൂബ് ചാനൽ GST മലയാളം എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത